ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോളിഫ്ലവർ ഫ്രൈ കേട്ടോ. ഞാനിവിടെ കോളിഫ്ലവറൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ച ശേഷം, ഇത് വെന്ത് പോകരുത്, നന്നായി തിളച്ച ശേഷം നമ്മളത് ഇറക്കി വയ്ക്കാം. അതിന് മുമ്പ് നമുക്കിതിലേക്കുള്ള പൊടികൾ ഒന്ന് മിക്സ് ആക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ, അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട ചേർക്കേണ്ടവർക്ക് മുട്ടയുടെ വെള്ളം ചേർക്കുന്നവർക്ക് മുട്ടയുടെ വെള്ളം ചേർക്കാം. ഇവിടെ മോൻ്റെ ഫുഡിൽ മുട്ട ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം ആഡ് ചെയ്യുന്നത്. മുട്ടയ്ക്ക് പകരം വെള്ളം ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലത്തെ വെള്ളമൊക്കെ മാറ്റി നമ്മൾ അതിൻ്റെ കോളിഫ്ലവർ മാത്രം എടുത്തിട്ട് ഈ മസാലയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം. തിരുമ്പി കൊടുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിതാ പുറത്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഇപ്പോൾ ഞാനൊരു ഹാഫ് ആൻ അവർ വെച്ചു. അതിന് ശേഷം ഞാൻ എടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൽ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ മണവും വരും, ടേസ്റ്റും കൂടും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.